ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ EVSന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 3ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ട EVSന്റെ മലയാളം മീഡിയംകാർക്കും ഇംഗ്ലീഷ് മീഡിയംകാർക്കും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേറെയും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് STD3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ എടുത്ത് നോക്കുക. നിങ്ങൾക്ക് അതിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1, ഗുഡ്നെസ് ഓഫ് ക്ലെൻലിനെസ്. വൃത്തിയെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആദ്യം തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എ, അനു ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ പ്രിപ്പയറിംഗ് എ ചാർട്ട് ഓൺ പേഴ്സണൽ ഹൈജീൻ ഫോർ സ്കൂൾ സയൻസ് ഫെയർ. സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് വേണ്ടിയിട്ട്, സയൻസ് ഫെയറിന് വേണ്ടിയിട്ട് അനുവും കൂട്ടുകാരും കൂടിയിട്ട് ഒരു ചാർട്ട് പേപ്പറിൽ എഴുതാണ്. എന്തെഴുതുന്നത്? പേഴ്സണൽ ഹൈജീനെ കുറിച്ച്, വ്യക്തി ശുചിത്വത്തെ കുറിച്ചാണ് എഴുതുന്നത്. കംപ്ലീറ്റ് ദ ചാർട്ട് ഇൻക്ലൂഡിങ് യുവർ സജഷൻസ്. ആ ചാർട്ടിൽ നിങ്ങളുടെ സജഷൻസ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് വിപുലീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് 3 പേഴ്സണൽ ഹൈജീനെ കുറിച്ച്, പേഴ്സണൽ ഹൈജീൻ ഉണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഗുഡ്നെസ് ഓഫ് ക്ലെൻലിനെസ്. ആദ്യത്തെ നോക്കൂ, വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈകൾ നന്നായിട്ട് കഴുകുക. പിന്നെ നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? ടേക്ക് ബാത്ത് എവറി ഡേ. എല്ലാ ദിവസവും കുളിക്കുക. വിയർ ക്ലീൻ ഡ്രസ്. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. കട്ട് യുവർ നെയിൽസ്. നിങ്ങളുടെ നഖങ്ങൾ വെട്ടി മുറിക്കുക അല്ലെങ്കിൽ വെട്ടി വൃത്തിയാക്കുക. നഖങ്ങൾ വെട്ടി വൃത്തിയാക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കൂ, കിഡ്സ് പാർക്ക്. നമുക്കിവിടെ ഒരു കിഡ്സ് പാർക്കിന്റെ ചിത്രം തന്നിട്ടുണ്ട്. അതിൽ 2 പോസ്റ്റേഴ്സ് മുൻപിലുണ്ട്. ഒന്ന് ടൈം 10 AM to 5 PM. രണ്ടാമത്തെ പോസ്റ്റർ എന്താണ്? ഡു നോട്ട് ബേൺ ഓർ ത്രോ അവേ പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യരുത്. ക്വസ്റ്റ്യൻ എന്താണ്? ഡിഡ് യു നോട്ടീസ് ദ ബോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പാർക്ക്. നിങ്ങൾ പാർക്കിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡ് കണ്ടോ? യെസ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഷുഡ് നോട്ട് ബി ബേൺഡ് ഓർ ത്രോൺ അവേ. വൈ? പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ബേണിംഗ് പ്ലാസ്റ്റിക് ക്രിയേറ്റ് ഡേർട്ടി സ്മോക്ക്. പ്ലാസ്റ്റിക്കുകൾ നമ്മൾ കത്തിക്കുമ്പോൾ എന്താണ്? അവിടെ നിന്ന് പുക വരും അല്ലെ? പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുക വരും. ഇറ്റ് കോസസ് മെനി ഡിസീസസ്. ഈ പുക വലിയ തരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ത്രോവിംഗ് പ്ലാസ്റ്റിക് ഓൺ ദ ഗ്രൗണ്ട് ഹാംസ് അനിമൽസ്. പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നതുകൊണ്ട് ഒരുപാട് ജീവികൾക്ക് അത് ഹാംഫുൾ ആണ്. പ്ലാസ്റ്റിക് ഡസ് നോട്ട് റോട്ട് ഈസിലി, സോ ഇറ്റ് പൊല്യൂട്ട് ദ സോയിൽ. പ്ലാസ്റ്റിക് അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മളുടെ മണ്ണിൽ ലയിച്ചു ചേരാത്തൊരു വസ്തുവാണ്. പെട്ടെന്ന് എന്നല്ല, ലയിച്ചു ചേരുകയേ ഇല്ല. അതുകൊണ്ട് അത് സോയിലിന് പൊല്യൂഷനും കാരണമാകുന്നു. ഇനി ക്വസ്റ്റ്യൻ സി, ഫൈൻഡ് ഔട്ട് ദ ഡിസീസ് സ്പ്രെഡ് ബൈ മൊസ്കിറ്റോസ്. നമുക്ക് താഴെ 4 ഡിസീസസ് തന്നിട്ടുണ്ട്. അതിൽ മൊസ്കിറ്റോ വഴി, കൊതുക് വഴി പകരുന്ന ഡിസീസ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ജോണ്ടിസ്, മഞ്ഞപ്പിത്തം. കോളറ, എലഫന്റിയാസിസ്, മന്ത്, പിന്നെ ടൈഫോയിഡ്. ഇതിൽ എലഫന്റിയാസിസ് ആണ് മസ്കിറ്റോസ് വഴി സ്പ്രെഡ് ആവുന്ന ഡിസീസ്. ആക്ടിവിറ്റി 2, സോയിൽ കൺസർവേഷൻ. ഇവിടെ ഒരു എർത്ത് പറയുന്നത് നോക്കൂ, ഐ ആം ഓൾവേസ് ഇൻ ദ സോയിൽ. ഞാൻ എല്ലാ സമയവും എന്താണ്? മണ്ണിലാണ്. ക്വസ്റ്റ്യൻ എ, ഹാവ് യു നോട്ടീസ്ഡ് വാട്ട് ദ എർത്ത് വർം സെഡ്. എർത്ത് വർം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നോട്ട് ഓൺലി എർത്ത് വർംസ് ബട്ട് ഓൾസോ ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് ഗെറ്റ് ബെനിഫിറ്റ്സ് ഫ്രം ദ സോയിൽ. ഇതുപോലെ എർത്ത് വർമിന് മാത്രമല്ല, നമ്മൾ മനുഷ്യർക്കും മറ്റു ജീവികൾക്കും ഒക്കെ സോയിൽ കൊണ്ട്, മണ്ണിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. വാട്ട് ആർ ദോസ് ബെനിഫിറ്റ്സ്? ആ ബെനിഫിറ്റ്സ്, ആ ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ക്രീച്ചേഴ്സ്. ഒരുപാട് ജീവികളുടെ വാസസ്ഥലമാവുന്നുണ്ട്. സോയിൽ ഈസ് നീഡഡ് ഫോർ ഫാമിംഗ്. കൃഷിക്ക് മണ്ണ് വേണം. സോയിൽ ഈസ് നീഡഡ് ടു ഗ്രോ പ്ലാന്റ്സ്. ചെടികൾ വളർത്താൻ മണ്ണ് വേണം. സോയിൽ ഈസ് നീഡഡ് ടു ബിൽഡ് എ ഹൗസ്. ഒരു വീട് നിർമ്മിക്കാനും മണ്ണ് വേണം. ഇതിലെ ബി ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ കൺസർവേഷൻ. സോയിൽ കൺസർവേഷന്റെ ഇമ്പോർട്ടൻസ്, അതായത് മണ്ണ് സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അറിയിക്കുന്ന ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്ററിൽ സൂട്ടബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ വരച്ചു കൊടുക്കാം. ഞാനിവിടെ കൊട്ടേഷൻ മാത്രം എഴുതുന്നുള്ളൂ. പ്രിസർവ് സോയിൽ, പ്രിസർവ് ലൈഫ്. ആക്ടിവിറ്റി 3, വെറൈറ്റീസ് ഓഫ് ഫുഡ്. നമുക്കിവിടെ കുറച്ച് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് വന്നിട്ടുണ്ട്. നോക്കൂ, ബീൻസ്, ടാപ്പിയോക്ക, അതായത് നമ്മുടെ കപ്പ, പപ്പായ, എഗ്ഗ്, മുരിങ്ങ ലീഫ്, മിൽക്ക്, മാംഗോ, വീറ്റ്, ഗോതമ്പ്, യാം, ചേന, പംകിൻ, മത്തൻ, കോൺ, ചോളം, ബംഗാൾ ഗ്രാം, കടല, ജാക്ക് ഫ്രൂട്ട്, അറിയാലോ, ചക്ക. ക്വസ്റ്റ്യൻ എ, കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദ ഫുഡ് ഐറ്റംസ് ഗിവൺ ബൈ അബവ്. മുകളിൽ നമുക്ക് തന്നിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ റിലേറ്റ് ചെയ്തിട്ട് താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യത്തേത് വെജിറ്റബിൾസ് ആണ് വരുന്നത്. വെജിറ്റബിൾസിൽ നമുക്ക് മുകളിൽ തന്നിരിക്കുന്നതിൽ വരുന്നത് മുരിങ്ങ ലീഫും പംകിനുമാണ്. പിന്നെ അടുത്തത് മാംഗോ അവിടെ തന്നിട്ടുണ്ട്. മാംഗോ നമുക്കറിയാം ഫ്രൂട്ട്സിലാണ് വരുന്നത്. അപ്പോൾ ഫ്രൂട്ട്സിൽ വരുന്ന ബാക്കി ഫ്രൂട്ട്സ് പപ്പായ, ജാക്ക് ഫ്രൂട്ട്.
ദെൻ അടുത്തത് സെറിയൽസ്, നമ്മളുടെ ധാന്യങ്ങളിൽ വരുന്നത് വീറ്റ്, കോണ്. പിന്നെ നമുക്ക് ബംഗാൾ ഗ്രാം തന്നിട്ടുണ്ട്, അതായത് നമ്മുടെ കടല. ബംഗാൾ ഗ്രാം വരുന്നത് പൾസസിലാണ്, പയറുവർഗ്ഗങ്ങളിലാണ്. അപ്പൊ ബാക്കി പൾസസിൽ ഇതിൽ വരുന്നത് ബീൻസ് ആണ് കേട്ടോ, ബീൻസ്. ദെൻ ട്യൂബേഴ്സ്, അതായത് കിഴങ്ങുകളിൽ വരുന്നത് ടാപ്പിയോക്ക, പിന്നെ യാമ്, ചേന. പിന്നെ അടുത്തത് ഫുഡ് ഐറ്റംസ് ഫ്രം ആനിമൽസ്, മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്നതിനാണ് എക്സാമ്പിൾ ആണ് എഗ്ഗും മിൽക്കും. ഇതിലെ ബി ക്വസ്റ്റ്യൻ, സം സ്റ്റേറ്റ്മെന്റ്സ് ഓൺ അവർ ഫുഡ് ഹാബിറ്റ്സ് ആർ ഗിവൺ ബിലോ. ഫുഡ് ഹാബിറ്റ്സുമായിട്ടുള്ള കുറച്ച് ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് താഴെ തന്നിട്ടുണ്ട്. 1. വി ഷുഡ് ഈറ്റ് സെയിം കൈൻഡ് ഓഫ് ഫുഡ് എവറി ഡേ, നമ്മൾ എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം. 2. വി ഷുഡ് ഡ്രിങ്ക് 6 to 8 glasses ഓഫ് വാട്ടർ എ ഡേ, ഒരു ദിവസം നമ്മൾ 6 മുതൽ 8 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. 3. ഈറ്റിംഗ് ലോട്ട്സ് ഓഫ് ഓയിലി ഫുഡ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്, ഒരുപാട് എണ്ണമയം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. 4. ദർ ആർ കുക്ക്ഡ് ഫുഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ്, വേവിച്ച് കഴിക്കുന്നതും പാകം ചെയ്യാതെ കഴിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ആദ്യത്തേത് വി ഷുഡ് ഈറ്റ് സെയിം കൈൻഡ് ഓഫ് ഫുഡ് എവറി ഡേ, എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള ഫുഡ് കഴിക്കണം. അത് സെയിം അല്ല, അത് ട്രൂ അല്ല. നമ്മൾ വെറൈറ്റീസ് ഓഫ് ഫുഡാണ് എല്ലാ ദിവസവും കഴിക്കേണ്ടത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, വി ഷുഡ് ഡ്രിങ്ക് 6 to 8 ഗ്ലാസസ് ഓഫ് വാട്ടർ എ ഡേ, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു ദിവസം 6 മുതൽ 8 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. പിന്നെ ഈറ്റിംഗ് ലോട്ട്സ് ഓഫ് ഓയിലി ഫുഡ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്, അത് തെറ്റാണ്. അധികം ഓയിലി ഫുഡ്സ് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല, ബാഡ് ആണ് കേട്ടോ, ഗുഡ് ഹാബിറ്റ് അല്ല. ദെൻ ദർ ആർ കുക്ക്ഡ് ഫുഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ്, കുക്ക് ചെയ്ത ഫുഡും കുക്ക് ചെയ്യാത്ത ഫുഡും ഉണ്ട്, അതും ശരിയാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2ഉം 4ഉം ആണ് കറക്റ്റ്. ഇവിടെ ബി 2 and 4 എന്നുള്ളതാണ് കറക്റ്റ് വരുന്നത്. ആക്ടിവിറ്റി 4, ലെറ്റ്സ് ഈറ്റ് ഗുഡ് ഫുഡ്. ഇവിടെ അപ്പവും ആകാശും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അപ്പു പറയുന്നത് നോക്കൂ, പുട്ട്, കടലക്കറി, സലാഡ്, മിൽക്ക്. ആകാശ് പറയുന്നതോ പൊറോട്ട, ഫ്രൈഡ് ചിക്കൻ. അപ്പു ആൻഡ് ആകാശ് ആർ ടോക്കിംഗ് അബൌട്ട് ദ ഫുഡ് ദേ ആർ എയ്റ്റ് ഇൻ ദ മോർണിംഗ്, അവർ രാവിലെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് ദ ഫുഡ് ഐറ്റംസ് യൂസ്ഡ് ടു മേക്ക് ദീസ് ഡിഷസ്, ഈ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഡിഷ്, ഫുഡ് ഐറ്റംസ് എന്നുള്ള ടേബിളാണ് കേട്ടോ തന്നിട്ടുള്ളത്. ആദ്യത്തെ ഡിഷ് വരുന്നത് പുട്ടാണ്. പുട്ടിന് വേണ്ട ഫുഡ് ഐറ്റംസ് റൈസ് ഫ്ലോർ അല്ലെങ്കിൽ പുട്ട് ഫ്ലോർ, കോക്കനട്ട്, വാട്ടർ, സോൾട്ട്. കടലക്കറിക്ക് വേണ്ടത് ബംഗാൾ ഗ്രാം, ഒനിയൻ, ടൊമാറ്റോ, കോക്കനട്ട് എക്സെപ്ഷൻ ആണ് കേട്ടോ, വേണമെങ്കിൽ ചേർക്കാം. പിന്നെ സ്പൈസസ്. ദെൻ സലാഡിലേക്ക് വേണ്ടത് ക്യുക്കുംബർ, ടൊമാറ്റോ, ക്യാരറ്റ്, പിന്നെ സോൾട്ട്, ലെമണ്, പെപ്പർ പൗഡർ. ദെൻ പൊറോട്ടയ്ക്ക് വേണ്ടത് മൈദ, വാട്ടർ, സോൾട്ട്, ഓയിൽ ഓർ ഗീ. ദെൻ ഫ്രൈഡ് ചിക്കൻ, ഫ്ലോർ, സ്പൈസസ്, ഓയിൽ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഓരോന്നിനും വേണ്ടത്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, ഹു ഈറ്റ്സ് ദ ഹെൽത്തി ഫുഡ്, അപ്പു ഓർ ആകാശ്, റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ. അപ്പു ആണോ ആകാശാണോ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്നത്, നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതുക. നമുക്കറിയാം അപ്പു ആണല്ലേ, അപ്പു, ബിക്കോസ് അപ്പു എയ്റ്റ് പുട്ട്, കറി, സലാഡ് ആൻഡ് മിൽക്ക്. കാരണം അപ്പു പുട്ടും കറിയും അതുപോലെ സലാഡും മിൽക്കും ഒക്കെയാണ് കഴിച്ചത്. ദിസ് ഇൻക്ലൂഡ്സ് ഓൾ കൈൻഡ്സ് ഓഫ് ഹെൽത്തി ഫുഡ്, ഇത് എല്ലാ ആരോഗ്യകരമായിട്ടുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. ആകാശ് എയ്റ്റ് പൊറോട്ട ആൻഡ് ഫ്രൈഡ് ചിക്കൻ, ആകാശ് പൊറോട്ടയും ഫ്രൈഡ് ചിക്കനുമാണ് കഴിച്ചത്. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ഗ്രെയിൻസ് ഓർ വെജിറ്റബിൾസ്, അതിൽ ധാന്യങ്ങളോ പച്ചക്കറികളോ ഒന്നും തന്നെ ഇല്ല. മോറോവർ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്, മാത്രമല്ല അത് ആരോഗ്യത്തിനും നല്ലതല്ല. ആക്ടിവിറ്റി 5, ക്ലീൻ സറൗണ്ടിങ്സ്. Below are the pictures of waste materials collected by children while cleaning the school surroundings on Gandhi Jayanti. ഗാന്ധി ജയന്തി പ്രമാണിച്ച് കുട്ടികൾ സ്കൂളും പരിസരവും വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ വസ്തുക്കളുടെ ചിത്രങ്ങളും പേരുകളുമാണ് താഴെ തന്നിട്ടുള്ളത്. നോക്കൂ മക്കളെ, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പിന്നെ ബനാന പീല്, പഴത്തൊലി, ഫുഡ് വേസ്റ്റ്, ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റുകൾ, ഡാമേജ്ഡ് ബാറ്ററീസ്, കേടുവന്ന ബാറ്ററികൾ, പ്ലാസ്റ്റിക് കവേഴ്സ്, ഡാമേജ്ഡ് കീബോർഡ്സ്, കേടുവന്ന കീബോർഡുകൾ. ക്വസ്റ്റ്യൻ എ, ലേബൽ ദ ബിൻസ് ആൻഡ് സോർട്ട് ദ വേസ്റ്റ് മെറ്റീരിയൽ സ്യൂട്ടബ്ലി. നമുക്ക് താഴെ 3 ബിൻസ് തന്നിട്ടുണ്ട്, വേസ്റ്റ് ബാസ്കറ്റ്സ് കേട്ടോ. അതിൽ ഏതൊക്കെ മാലിന്യങ്ങളാണ് ഇടേണ്ടത് എന്ന് എഴുതണം. ആദ്യത്തേത് നോക്കൂ, ബനാന പീൽ, പഴത്തൊലിയാണ്. അതെന്താണ് മക്കളെ, ഒരു ഓർഗാനിക് വേസ്റ്റ് ആണ് അല്ലെ, അതായത് മണ്ണിൽ ലയിച്ചു പോകുന്ന, മണ്ണിന് നല്ലതായ ഒരു വേസ്റ്റ് ആണ്. ബനാന പീലും അതുപോലെ ഫുഡ് വേസ്റ്റും അതിൽ പെടും. അടുത്തത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് എന്താണ്, മണ്ണിൽ റോട്ടായി പോവാത്ത, ലയിച്ചു ചേരാത്ത വസ്തുക്കളാണ്. അത് ഇനോർഗാനിക് വേസ്റ്റ് ആണ്, നമ്മളുടെ സോയിലിനും മണ്ണിനൊക്കെ ദോഷകരമായിട്ടുള്ള വേസ്റ്റുകളാണ്. സോ അത് ഇനോർഗാനിക് വേസ്റ്റ് ആണ്. പ്ലാസ്റ്റിക് ബോട്ടിൽസും പ്ലാസ്റ്റിക് കവേഴ്സും അതിൽ പെടും. അടുത്തത് ഹസാർഡസ് വേസ്റ്റ് ആണ്, അതായത് നമുക്ക് അപകടകരമായിട്ടുന്ന രീതിയിലുള്ള വേസ്റ്റുകൾ.
ഇതിൽ പെടുന്നത് എന്തൊക്കെയാണോ? ഡാമേജ്ഡ് ബാറ്ററീസും ഡാമേജ്ഡ് കീബോർഡ്സും ആണ്. അതായത് ഇലക്ട്രോണിക് വേസ്റ്റുകളൊക്കെ അതിലാണ് വരുന്നത്. ഇതിലെ ബി ക്വസ്റ്റ്യൻ, പുട്ട് മാർക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ക്ലീൻ സറൗണ്ടിങ്സ്. വൃത്തിയുള്ള ചുറ്റുപാടുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റിന് നേരെ ടിക്ക് അടയാളം കൊടുക്കണം. ആദ്യത്തെ നോക്കൂ, വേസ്റ്റ് ഈസ് നോട്ട് ബിൽഡപ്പ്. ചപ്പുചവറുകൾ അലക്ഷ്യമായി വലിച്ചെറിയരുത്, കൂട്ടിയിടരുത്. അതെന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വേസ്റ്റ് വാട്ടർ ഈസ് അക്യുമുലേറ്റഡ്. മലിനജലം കെട്ടിക്കിടക്കും. അത് നല്ല സ്റ്റേറ്റ്മെന്റ് അല്ല, തെറ്റാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് സ്കാറ്റേർഡ് അറൗണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചുറ്റുപാടും ചിതറി കിടക്കുന്നുണ്ട്. അതും ഒരു ക്ലീൻ ആയിട്ടുള്ള സറൗണ്ടിങ്ങിന്റെ ലക്ഷണമല്ല, തെറ്റാണ്. പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഈസ് അറേഞ്ച്ഡ്. കൃത്യമായിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനും മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മാർഗം സ്വീകരിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റുമാണ് ടിക്ക് ഇടേണ്ടത്. അടുത്ത ആക്ടിവിറ്റി 6 ആണ്, വാട്ടർ ആൻഡ് സോയിൽ. ക്വസ്റ്റ്യൻ എ, കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് വിത്ത് ദ യൂസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ യൂസസ് എന്തൊക്കെയെന്നാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, ആനിമൽസ് ബാത്ത് ഇൻ വാട്ടർ. മൃഗങ്ങളെ വെള്ളത്തിൽ കുളിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെഴുതാം? ഫോർ ഡ്രിങ്കിങ്, കുടിക്കാനായിട്ട് നമ്മൾ വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. ഫോർ വാഷിംഗ് ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ അലക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഫോർ വാഷിംഗ് വെഹിക്കിൾസ്, വാഹനങ്ങൾ കഴുകാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ ഫോർ ഫാക്ടറി പർപ്പസ്, ഫാക്ടറികളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ, ദിശ കളക്റ്റഡ് സം ഡ്രൈഡ് ഡംസ് ഓഫ് സോയിൽ ഫ്രം ഹെർ ഗാർഡൻ. ദിശ കുറച്ച് ഉണങ്ങിയ മണ്ണിന്റെ കട്ടകള് അവളുടെ ഗാർഡനിൽ നിന്ന് ശേഖരിച്ചു. ബബിൾസ് കെയിം ഔട്ട് വെൻ ഷി പുട്ട് ഇറ്റ് ഇൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ. വൈ? അവൾ അതൊരു വെള്ളം നിറച്ച ഗ്ലാസ്സിലേക്ക് ഇട്ടപ്പോൾ, ഈ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ അതിൽ നിന്ന് ബബിൾസ് പുറത്തേക്ക് വന്നു. അതിന്റെ കാരണം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എയർ ഇൻ ദ സോയിൽ. ആ മണ്ണിലെ എയറിന്റെ സാന്നിധ്യം, വായുവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അത് വെള്ളത്തിലിട്ടപ്പോൾ കുമിളകൾ വന്നത്. ഇതിലെ സി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ബിലോ സോയിൽസ് ടൈപ്സ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് മോഡൽസ്. താഴെ നമുക്ക് 2 മണ്ണിന്റെ ടൈപ്പ്, സോയിൽ ടൈപ്പ് തന്നിട്ടുണ്ട്. ഇതിൽ എന്ത് വെച്ചാണ് നമുക്ക് രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക? ഒന്ന് ക്ലേ, കളിമണ്ണ്. 2 സാൻഡ്, മണല്. നമുക്കറിയാം രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ക്ലേ കൊണ്ടാണ്, കളിമണ്ണ് കൊണ്ടാണ്. ഇത്രയും ചോദ്യങ്ങളാട്ടോ മക്കളെ നമ്മൾ ഈ ചോദ്യപേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യപേപ്പർ ആയിരുന്നു. ചർച്ച ചെയ്ത എല്ലാ ചോദ്യങ്ങളും മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക് യു.